രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ. അത് ഒരു പരിധിവരെ ശരിയുമാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. അതിലൊരു സംശയം നമുക്ക് ഉണ്ടാകരുത്. കാരണം കർത്താവിനെ നമ്മൾ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. പാപത്തിൽ നിന്ന് അവൻ നമ്മളെ വിടുവിച്ചു. പാപത്തിൽ നമ്മളെ വിടുവിച്ചെങ്കിൽ നമ്മളെ രക്ഷ പിന്നെ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ് നാം. എന്നാൽ നമ്മള് ദൈനംദിന ജീവിതത്തില് ഈ രക്ഷയുടെ അനുഭവം നഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഒരു രക്ഷിക്കപ്പെട്ട പൈതലാണെന്നുണ്ടെങ്കിൽ ആ രക്ഷയുടെ സന്തോഷത്തില് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, തോക്കില്ല, ഒരിടത്തും തോക്കില്ല. പക്ഷേ അത് അവകാശപ്പെടുന്ന അതേ അവസരത്തിൽ തന്നെ നമ്മള് പല വീഴ്ചകൾക്ക് പാത്രീഭൂതരായിത്തീരും. കാരണം നമുക്ക് നമ്മളുടെ ഇഷ്ടം നടക്കണമെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഇഷ്ടം നടക്കണമെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും ആഗ്രഹമാണ്. ഓരോരുത്തർക്കും അവരുടെ ഒരു സ്വന്തം ഇഷ്ടമുണ്ട്, സ്വന്തം ഇഷ്ടം. ആ സ്വന്തം ഇഷ്ടം നടക്കണമെന്നുള്ളതാണ് ഈ അവരവരുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്. അറിയാം അത് പാവമാണ് എന്നറിയാം, ആ ഇന്ന വാക്യം അനുസരിച്ച് ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് അറിയാം. പക്ഷെ എങ്കിലും ആ സ്വന്തം ഇഷ്ടത്തെ എന്ത് ചെയ്യും? അതിനങ്ങ് വശംവദരാകുകയാണ്. ആഗ്രഹിച്ചിട്ടല്ല, അത് ആ സ്വന്തം ഇഷ്ടം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അതിനങ്ങ് വശംവദരായി പോവുക. എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പോരാട്ടത്തോടെ പിടിച്ചു നിൽക്കേണ്ടതാണ്. സത്യത്തിൽ ജീവിക്കാൻ, കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പോരാട്ടത്തോടെ പിടിച്ചു നിൽക്കേണ്ടവരാണ് നമ്മള്. പക്ഷേ സംഭവിക്കുന്നത് എങ്ങനെ? സംഭവിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടാത്ത ആ പാപം. അതുകൊണ്ട് നമ്മള് വീണ്ടെടുക്കപ്പെട്ടവരാണ്, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം. ഈ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടമാണ്, നമ്മുടെ ജഡത്തിന് നമ്മള് വശംവദരായി കൊടുക്കരുത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, ഞാൻ എൻ്റെ ജഡത്തിന് വശംവദൻ ആകുകയില്ല. ജഡം നമ്മളെ ഹേമിക്കുന്നുണ്ട്, അത് വളരെ വളരെ ഫോഴ്സോടാണ്, ശക്തിയോടാണ്. ജഡം നമ്മളെ ഹേമിക്കുന്നത് വളരെ ശക്തിയോടാണ്. അതിനുള്ള റീസൺസ് എല്ലാം നമ്മളോട് പറഞ്ഞു തരികയും ചെയ്യും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ്? നമ്മള് രക്ഷിക്കപ്പെട്ടവരാണ്. യേശുവിന്റെ രക്തത്താൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് അവൻ ക്രൂശിൽ കയറി നമ്മളെ രക്ഷിച്ചവനാണ്. അത് നമ്മൾ ഓർക്കണം. അപ്പോ എൻ്റെ സമശിഷ്ടങ്ങള് ഒരു തെറ്റ് എന്നോട് ചെയ്താൽ ഞാനെന്ത് വേണം? അത് ക്ഷമിച്ചു കൊടുക്കണം. കാരണം നമ്മൾ മനുഷ്യരായിട്ടാണ് ഇടപെടുന്നത്. മനുഷ്യരായിട്ട് ഇടപെടുന്നത് കൊണ്ട് അവര് തെറ്റിന് വശംവദരാണ്. എത്ര ശക്തനാണെന്ന് വിചാരിച്ചാലും, എത്ര ശക്തിയുള്ളവളാണെന്ന് വിചാരിച്ചാലും തെറ്റ് ചെയ്യാൻ വശംവദരാണ്. അത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ഫോഴ്സ് ഉപയോഗിക്കണം, ശക്തി ഉപയോഗിക്കണം. ആ ശക്തി യേശുക്രിസ്തുവിന്റെ ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. യേശുക്രിസ്തു ആ പാപം ചെയ്തില്ല. അവൻ പാപം ചെയ്യുന്നതിന് വരെ അവനെന്ത് ചെയ്തു? അവൻ ക്രൂശ് സഹിച്ചു, അവനെ തന്നെ കൊന്നു. ഇവിടെ നമ്മളെ കൊല്ലാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം.
കൊല്ലാനുള്ള മനസ്സുണ്ടാകുമ്പോ നമ്മൾ മരണത്തിന് നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോ, മരണത്തിന് വിധേയപ്പെടുത്തുന്നത് എപ്പോഴാണ്? നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഹൃദയത്തിൽ നിന്നുണ്ട്, ആ ഉള്ള സമയത്ത് തന്നെ നമ്മളെ മരണത്തിനെ എത്തിക്കുന്നു. ഞാനിപ്പോഴും ജീവനില്ലാത്ത ഒരാളാണ്, മരിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് മരിച്ച മനുഷ്യനെ മനുഷ്യന്റെ ഇഷ്ടം ചെയ്യാനൊക്കത്തില്ല. മരിച്ചു കിടക്കില്ലേ, വല്ലതും ചെയ്യാൻ ഒക്കുവോ? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആ മരിച്ച അവസ്ഥയാണ് നമ്മൾ അന്നേരം എടുക്കേണ്ടത്. എടുത്തിട്ട് നമ്മളെ പാപത്തിന്മേൽ ജയമുള്ളവരായിരിക്കും. അതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ അവന്റെ രക്തം തന്ന് അവന്റെ ജീവൻ തന്ന് നമ്മളെ വീണ്ടെടുത്തത്. ഈ വീണ്ടെടുത്ത കർത്താവിന്റെ നമ്മളെ വീണ്ടെടുത്ത കർത്താവിന്റെ ജീവനാൽ നമ്മൾ നയിക്കപ്പെടണം. മറ്റേതാണ് മരണത്താലാണ് നയിക്കപ്പെടുന്നത്. അത് പിശാചിന്റെയാണ്. പിശാചിനെന്താ? നമ്മളെ എങ്ങനെങ്കിലും കൊല്ലണമെന്നുള്ളതാ. കൊല്ലുക എന്ന് പറഞ്ഞാൽ രക്ഷ പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല അവന്. പക്ഷേ നമ്മൾ എന്താണ്? പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിന്നുകൊണ്ട് കർത്താവിനെ അനുസരിക്കണം. കർത്താവിനെ അനുസരിച്ച് ദൈനംദിന ജീവിതത്തില് നമ്മള് രക്ഷ അനുഭവിക്കുന്നവരായി നമ്മൾ വരികയാണെങ്കിൽ നമ്മളുടെ രക്ഷ ശരിയായ രക്ഷയാണ്. ആ രക്ഷ അനുഭവിക്കാനാണ് കർത്താവ് നമ്മൾ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ശക്തിയോടെ ആ രക്ഷ നമ്മുടെ സ്വന്തമാക്കി തീർക്കണം. നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കണം നമ്മള്. നല്ല മനസാക്ഷിയോടെ നമ്മളത് ചെയ്യുക. നമുക്ക് ഇഷ്ടമില്ല അത് ചെയ്യാൻ, സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമില്ല. പക്ഷെ നല്ല മനസാക്ഷിയോടെ, അതൊരു മോശം മനസാക്ഷിയോടെ അല്ല, നല്ല മനസാക്ഷിയോടെ ചെയ്യാനായിട്ട് അവിടെ വരുന്നത്. നല്ല മനസാക്ഷിയോടെ എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ജീവനെ മരിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്, സ്വന്തം ജീവനെ മരിക്കാനായിട്ട് ഏൽപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് സഹോദരൻ നമ്മളെ ഉത്സാഹിപ്പിച്ചത്. നമുക്ക് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല, പക്ഷെ അത് നമ്മളെ ഇഷ്ടപ്പെട്ടേ ഒക്കത്തുള്ളൂ. നമ്മുടെ സ്വന്തം ജീവനെ വെച്ച് നമുക്ക് രക്ഷയിലേക്ക്, അത് സമൃദ്ധിയായ രക്ഷയിലേക്ക് നമുക്ക് ഓടിക്കയറണം. അത് സഹോദരൻ പറയുന്നത് അത് ആ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലോകമല്ല, ആ ലോകത്തിൽ നിന്നാലേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ നമ്മളിവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തന്നെ നമുക്ക് പാതാളത്തിലേക്ക് പോവാം, പിശാചിന്റെ കോട്ടയിലേക്ക് നമുക്ക് പോകാം. അതേസമയം തന്നെ നമുക്ക് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെടാം. രണ്ടും നമ്മുടെ കയ്യിൽ, നമ്മുടെ മുമ്പിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മള് മൂന്നാം സ്വർഗം ആഗ്രഹിക്കുന്നോ പാതാളം ആഗ്രഹിക്കുന്നു? പിശാചിന് നമ്മൾ വശംവദനാകുകയാണെങ്കിൽ നമ്മൾ പാതാളമാണ്, അവിടേക്കാണ് പോകുന്നത്. അല്ല, ക്രിസ്തുവിന്റെ വചനങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ നമ്മള് ജീവൻ മൂന്നാം സ്വർഗം വരെ എടുക്കാം. ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ പൗലോസ് പറയുന്നതാണല്ലോ, ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആ ശരീരത്തോടാണോ അല്ല എന്ന് അറിയാൻ വയ്യ എന്നാ പൗലോസ് അവിടെ പറയുന്നേ. പക്ഷെ ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. നമ്മൾ ശരീരമായിട്ട് ഇപ്പൊ നമുക്ക് മൂന്നാം സ്വർഗത്തിലേക്ക് കയറാനൊക്കത്തില്ല, പക്ഷെ ആത്മാവിൽ നമുക്ക് കയറാം. ആത്മാവിൽ നമുക്ക് മൂന്നാം സ്വർഗം വരെയും പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മള് പിശാചിനെ കാൽക്കീഴെയാക്കണം. പിശാചിനെ നമ്മുടെ കാൽക്കീഴെയാക്കണം. കർത്താവ് കാൽക്കീഴെയാക്കി. കർത്താവിന്റെ കാലിന്റെ മുകളില്, കർത്താവിന്റെ കാലിന്റെ മുകളിൽ വരാനൊക്കത്തില്ല, താഴെ നമുക്ക് ആ പിശാചിനെ
തകർക്കണം. പിശാചിനെ തകർത്ത് ജയിക്കുന്ന ഒരു കൂട്ടരായി നമുക്ക് തീരണം. നമ്മള് സഭയിൽ വരുന്നുണ്ട്, മീറ്റിംഗ് കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ല, നമ്മൾ ഈ വചനം അനുസരിക്കുന്നവരായിരിക്കണം. വചനം അനുസരിക്കാനാണ് ഉള്ളത്. ആ വചനം അനുസരിക്കുന്നവരായി നമുക്ക് തീരണം. അങ്ങനെ ഒരു ജയജീവിതം നയിക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. എല്ലാവരും പറയും വലിയ പ്രയാസമാണ്. ശരിയാ, ചില പ്രയാസമുണ്ട്. സ്വന്തം ഇഷ്ടം ചെയ്യാതിരിക്കാൻ പ്രയാസമുണ്ട്, ഉണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കും. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഈ ഭൂമിയിലെ എന്നെ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ ഇഷ്ടം ചെയ്യും. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഈ പിശാചിനെ ജയിച്ച് നമുക്ക് എപ്പോഴും എപ്പോഴും, അല്ലാതെ ഒരു സമയത്ത് മാത്രമല്ല, എപ്പോഴും നമുക്ക് ഈ പിശാചിനെ ജയിച്ച് അവിടാണ് ജയജീവിതം കൊണ്ടാടാനായിട്ട് നമുക്ക് പറ്റും. എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. നമ്മള് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ ജീവിച്ചു ആണെന്നോ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് വേണം? നമുക്ക് കൊണ്ടാടണം. കർത്താവിന്റെ ജീവനെ ഉയർത്തണം. കർത്താവിന്റെ ജീവനെ ഉയർത്തുന്നവരായി നമുക്ക് തീരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ജീവനെ മരണത്തിനായിട്ട് ഏൽപ്പിക്കുവാനും കർത്താവിന്റെ ജീവനെ ഉയർത്തുവാനുമായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. ദൈവം അനുസരിക്കുന്ന പോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് അനുസരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മെ കേൾപ്പിച്ച വചനങ്ങള്, എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങള് സഹോദരന്മാരെ കേൾപ്പിച്ചു. ഉപദേശം തന്നെയാ എനിക്ക് പറയാനുള്ളത്. എന്നാലും അത് ചില അനുഭവം കൂടെ പറയും. ഈ തുടങ്ങിയത് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു എന്ന വാക്യം നമ്മൾ വായിച്ചു. എഫേസ്യ ലേഖനം 1:4 തൊട്ടുള്ള വാക്യങ്ങൾ. തീർച്ചയായിട്ടും ആ കാര്യങ്ങളെ പറ്റി പറയുമ്പോഴേ ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നാ പറ്റിയേനെ, ഈ വാക്യം ശരിയാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മെ കണ്ടിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ദൈവം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്, ആ വിളി ഉണ്ടായത്. ആ ഭാഗ്യം മറ്റ് അനേകർക്ക് കിട്ടിയിട്ടില്ല. അവരൊരു പക്ഷേ അത് മനസ്സിലാക്കുന്നുമില്ല. അവരോട് പറഞ്ഞാൽ പറയും, നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ, ഞങ്ങളാരും പോകുകയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ അവർ അവഗണിക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് ലഭിച്ച ഭാഗ്യം എന്താണെന്നുള്ളത് നമ്മളെ ഒന്ന് തിരിച്ചറിയുമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ആ കാര്യത്തെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശരിയാണ്, തീർച്ചയായിട്ടും ഒരാൾക്കില്ലാത്ത ഒരു അനുഭവം ഇവിടെ ദൈവം എന്നെ കടത്തിവിട്ടു. മുൻകാല ജീവിതത്തെ പറ്റിയല്ല, രക്ഷയുടെ അനുഭവത്തിലേക്കൂടെ കടത്തിവിട്ടു എന്ന കാര്യത്തെ ഓർക്കുമ്പോൾ അത് വലിയ കാര്യമായിട്ട്, സന്തോഷകരമായ കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത്ഭുതകരമായ കാര്യമായിട്ട് ചിന്തിക്കുന്നത് എന്ത് തന്നെയാട്ടെ. അപ്പോൾ ഇന്ന് സ്നാനപ്പെട്ടുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ചോദിച്ചാൽ, പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഉദ്ഘോഷണമോ അല്ലെ പ്രഘോഷണമാണ് ഞങ്ങൾ ഇന്ന് സ്നാനപ്പെട്ടിരിക്കുന്നു. പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, പുതിയ മനുഷ്യനെ സ്വീകരിച്ചിരിക്കുന്നു, പുതിയ സൃഷ്ടിയായിരിക്കും എന്നൊരു പ്രഖ്യാപനം ഇവർ നടത്തിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനത്തിൽ ഇവർ നിലനിൽക്കണമെന്നാണ് സാധ്യതയുടെ ബാക്കിയുള്ള ഉദ്ദേശത്തിൻ്റെ ഒക്കെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ട എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, പറഞ്ഞ ഉപദേശം മുഴുവൻ അതൊക്കെ പാലിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കാര്യങ്ങൾ ഞാൻ കേട്ടതാണല്ലോ. അപ്പോൾ ഞാൻ എന്നാലും എപ്പോഴും ഞാനിവിടെ പ്രാർത്ഥിക്കാറുള്ളപ്പോൾ പറയാറുള്ള ചില വചനങ്ങൾ, സങ്കീർത്തനം 119 ചില വാക്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. സാവി ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു. എന്നാലും ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. 119 101 വാക്യമാണ് കേട്ടോ. ഞാൻ 10 എന്നാ പറഞ്ഞത്. 119 101 വാക്യം മുതൽ അങ്ങനെ വായിക്കാം അല്ലേ? അതായിരിക്കും നല്ലത്. വചനത്തിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്നാ പറയുന്ന അതിന്റെ വചനത്തിന്റെ ഇമ്പോർട്ടൻസ് മലയാളം വാക്ക് ഓർമ്മ വരുന്നില്ല.
നിന്റെ വചനം പാലിക്കേണ്ടതിന് എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറുന്നു. 101 വാക്യമാണ്. നിന്റെ അനുശാസനങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്നില്ല, നീയാണല്ലോ എന്നെ പഠിപ്പിച്ചത്. 102. 103 വാക്യമാണ്. എന്റെ നാവിന് എത്ര മധുരതരമാണ് നിന്റെ വചനങ്ങൾ, തേനിനേക്കാൾ എന്റെ വായ്ക്ക് മധുരതരം. നിന്റെ അനുശാസനങ്ങൾ വഴി എനിക്ക് ധാരണാശക്തി ഉണ്ടാവുന്നു, അതിനാൽ വ്യാജമാർഗങ്ങൾ എല്ലാം ഞാൻ വെറുക്കുന്നു. 105 വാക്യം. നിന്റെ വചനം എന്റെ പാദങ്ങൾക്ക് ഒരു വിളക്കും എന്റെ പാതയ്ക്ക് വെളിച്ചവുമാകുന്നു. അപ്പം ഇതാണ്. അപ്പം വചനം പാദങ്ങൾക്ക് വിളക്കാണ്, പാതയ്ക്ക് വെളിച്ചവുമാണ്. ഇത് ഒരു സംശയവുമില്ല. കാരണം നമ്മൾ നടത്തേണ്ടത് ദൈവവചനം തന്നെയാണ്. കൽപ്പന എന്നാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, വചനം തന്നെയാണ് ഇവിടെ കൽപ്പന എന്നാണ് തോന്നുന്നു, മറ്റു പുസ്തകങ്ങളിലുള്ളത്, മറ്റു ബൈബിളിലുള്ളത് തോന്നുന്നു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നടത്തേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം എപ്പോൾ കേട്ടാലും അത് ഒരു കാര്യം വളരെ പെട്ടെന്ന് നമ്മളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ഇത് ദൈവവചനമാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യത്തെ അനുസരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ വചനത്തെ മറികടക്കുന്നു എന്ന ചിന്ത നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ദൈവകൽപ്പന അല്ലാത്ത കാര്യങ്ങൾ, ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അനുവർത്തിക്കുമ്പോഴേ പലപ്പോഴും ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത് ദൈവകൽപ്പനയാണെന്നും ഇങ്ങനൊന്നും എഴുതിയിട്ടില്ല, അല്ല എന്തുവാ നമ്മള് ചില സാമ്പത്തിക കാര്യങ്ങളോട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. സാമ്പത്തിക കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഇങ്ങനെ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. ദൈവജന കൽപ്പനയാണ്, ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ കാര്യം നമ്മൾ അതിനെ മറികടക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും പലതും കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇത് ദൈവകൽപ്പനയുടെ ലംഘനമാണ്, ഇത് ചെയ്താൽ കൽപ്പനയുടെ ലംഘനമാണ്. ഇത് പ്രത്യേകിച്ച് അത് ഇന്ന കൽപ്പന അനുസരിച്ച് ഇത് ലംഘനമൊന്നും അല്ല ആത്മാവ് ബോധിപ്പിക്കുന്ന ഭാവമായിരുന്നു. ഇത് ചെയ്യാൻ പാടില്ലെന്ന് തന്നെയാണ്. ആത്മാവോടെ നമ്മളെ ഹൃദയത്തെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു മനോസംഘർഷത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലായ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവകൽപ്പന അനുസരിക്കേണ്ടത് ആണ് പ്രധാനം. ദൈവകൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യ ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ പ്രധാനമായ കാര്യം. അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളുടെ കൂട്ടത്തിലെ അനുഭവങ്ങളെ നമ്മൾ ദൈവപ്രകാരം അതിനെ കാണേണ്ടത്, അല്ലാതെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവവചനം സ്ഥാപിക്കുകയല്ല. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ അനുഭവം നമ്മൾ പറയേണ്ടത്. ഒരു കാര്യം പറയുമ്പോൾ സങ്കീർത്തനത്തിലെ ഒരു വാക്യം കൂടെ പറയാം. 19 സങ്കീർത്തനത്തിലെ 9:10. അതെ അതെ ആ അതെ അതെ മതി. അപ്പൊ ഇതാ അതിന്റെ കാര്യം. ഇങ്ങനെ കരുതുമെങ്കിൽ, അതായത് നമ്മൾ സ്വർഗത്തിലൊക്കെ ഭയങ്കര സ്വർണവും വഴിയിലൊക്കെ സ്വർണ്ണം പ്ലാവുകളൊക്കെ ഇട്ടിട്ടുണ്ട്, ഭിത്തിയിലൊക്കെയാണ് വജ്രങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ സ്വർഗത്തെ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനൊന്നും അല്ല സ്വർഗം. അത് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അത് നമ്മളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അന്നത്തെ രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു പോയതാണ്. അതുപോട്ടെ. അപ്പോൾ അതുകൊണ്ട് സ്വർണത്തിന് വലിയ വില പണ്ടുകൊണ്ട് ഇന്നുമുണ്ട്, തങ്കത്തിന് അതിനെക്കാട്ടി വിലയാണ്. അപ്പൊ ഇതൊക്കെയാണ് തേനിന്റെ രുചിയെ പറ്റി പറഞ്ഞാല് നല്ല തേൻ കഴിച്ചിട്ടുള്ളവർക്ക് അതിന്റെ അറിയാം, നല്ല തേന്റെ രുചി എന്താണെന്നുള്ളത്, അല്ല അതിന്റെ മധുരം എന്താണെന്നുള്ളത്. അപ്പൊ ഇതിനെക്കാട്ടിലൊക്കെ അഭികാമ്യമായതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ബോധ്യപ്പെടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അനുസരിക്കാൻ പാടാണെങ്കിൽ പിന്നെ അത് ബോധ്യപ്പെടാനും പാടാം. അനുസരിച്ച് കഴിഞ്ഞാൽ അത് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ ഇതിനെക്കാട്ടിലൊക്കെ രുചികരമാണ്, നന്മയാണ്, സന്തോഷകരമാണെന്നുള്ള കാര്യം ബോധ്യപ്പെടും. അപ്പോൾ ഇനി ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത പറയാം. 11 വാക്യം ഒന്ന് വായിക്കണേ, എന്റേതായിട്ട് വ്യത്യസ്തമാണ്. 11 മതി. ഇതിന്റെ ഇതാണ്. അതിലുപരി ഇതിലൊക്കെയാണ് ഇത് മധുരമുള്ളതാണ്, വിലയേറിയതാണ്, തങ്കത്തെക്കാൾ വിലയേറിയതാണ്, തേനിനേക്കാൾ രുചിയുള്ളതാണ്, എല്ലാം. അതിലുപരി അവ നിന്റെ ദാസനെ താക്കിയതാണ്. ഈ ദൈവജനം നമുക്ക് താക്കിയതാണ്. ഈ ദൈവജനം എന്ന് താക്കിയതായിട്ട് തന്നെയാണ്. അരുത് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലുണ്ട് അരുതെന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അരുതെന്നുള്ള കാര്യം നമുക്കില്ല. ഇപ്പൊ നമുക്ക് എല്ലാം ചെയ്യാം, സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമൊന്നും ഇല്ല. പാപം ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ അരുതെന്ന് തന്നെ ഉള്ളത്, അല്ലാതെ അതിനകത്ത് സ്വാതന്ത്ര്യമൊന്നും ഇല്ല. പാപം ചെയ്യാൻ പാടില്ല, അത് അരുതാ. അപ്പൊ അരുതപ്പെട്ട കാര്യം തന്നെ. അപ്പൊ അത് താക്കിയതാണ് ദൈവവചനം. പാപം ചെയ്യരുത് എന്ന കാര്യത്തിൽ എന്നെ മുന്നറിയിപ്പ് തന്ന് എന്നെ പുറകോട്ട് വലിക്കുന്ന താക്കിയതാണ് ദൈവവചനം എന്നുള്ള കാര്യം ഓർക്കുമെങ്കിൽ
കൽപ്പനകളെ ലംഘിക്കാൻ തോന്നുകയില്ല. ഒന്നിൽ നിന്ന് കരയും, കൽപ്പന ലംഘിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ കൽപ്പനകളുടെ മുന്നിൽ ഞാൻ എന്നെ ആ കൂടെ ബുദ്ധിമുട്ടുന്നു, എന്നെ സഹായിക്കണമെന്നൊരു അന്നേരം ഒന്ന് കരഞ്ഞെന്ന് പ്രാർത്ഥിക്കാമല്ലോ, അല്ല കരത്തിൽ ദൈവത്തോട് മുന്നിൽ വെക്കാമല്ലോ, എന്നെ സഹായിക്കണം കർത്താവ് ഈ സാഹചര്യത്തിൽ. അത്ഭുതകരമായിട്ട് ദൈവം സഹായിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അത് ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം ഇന്നലെ നമ്മുടെ പൊന്നമ്പ്രകാർ ഒരു കാര്യം പറയും, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ, ഈ അനുഭവം ഉണ്ടായെങ്കിലല്ലേ നാളെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കാര്യം ശരിയാണ്. നമ്മളെ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരാളെ ദൈവചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദേശിക്കാൻ പറ്റണം. അതാണുള്ള സാക്ഷ്യം. അപ്പം ആ പറഞ്ഞതിന് ബന്ധപ്പെട്ട ഒരു വചനമുണ്ട്. അതായത് 2 കൊരിന്ത്യർ 1 ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള നിങ്ങൾക്കറിയാം, 1:7 തൊട്ടുള്ള വാക്യങ്ങൾ അല്ലേ, അത് 7 വരെയുള്ള വാക്യങ്ങൾ. ഒരുപാട് വാക്യങ്ങളുണ്ട്. അതെ 4 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴേ ദൈവം നമ്മെ ബലപ്പെടുത്തുക. നമുക്കെതിരായിട്ട് വരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് ശക്തി പ്രാപിച്ച് നമ്മൾ ആ കാര്യത്തിൽ സാക്ഷിയായിട്ട് മാറുമ്പോൾ, കർത്താവിന് സാക്ഷിയായിട്ട് കഴിയുമ്പോൾ പിന്നീട് നാളെ നിങ്ങൾ പറയുന്നത് ഞാനിങ്ങനെ ഒരു കടന്നുപോയതാണ്. ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ജയിക്കണം. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞു. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യം കേട്ടോ, ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയണം. കർത്താവ് യേശുവിൽ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ വേണം നടക്കാനില്ലെങ്കിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് ആ ബലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ഇതാ എന്റെ സാക്ഷ്യം. ഞാനത് വായിക്കുന്നില്ല, കാരണം നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇതൊക്കെ കടന്നുപോയി ഞാൻ ആശ്വാസം പ്രാപിച്ചു. കഷ്ടതയിലൂടെ കടന്നുപോയി പൗലോസ് അപ്പോസ്തലൻ കഷ്ടതയിലൂടെ കടന്നുപോയതിൽ ഒരു ലിസ്റ്റ് കഴിഞ്ഞ ദിവസം സാജിബ്രോടെ പറഞ്ഞു, ഞാനെപ്പോഴും പറയാറുണ്ട്. എന്നാലും അപ്പൊ ഈ കടന്നുപോയ കഷ്ടതയിലൊക്കെ ഞാൻ ജയിച്ച കാര്യത്തെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ അഭിമാനിച്ചിട്ട് പറയുന്നു. ഞാൻ അഭിമാനിച്ച കാര്യം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11 ആ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആശ്വാസം പ്രാപിച്ചു എന്ന് പറയുന്നത്, കഷ്ടതയിലൂടെ കടന്നുപോയി ആശ്വാസം പ്രാപിച്ചെങ്കിൽ ഞാൻ പ്രാപിച്ച ആശ്വാസം നിങ്ങളും ഇതുപോലെ കഷ്ടതയിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങൾക്കും ആ ആശ്വാസം പ്രാപിക്കാൻ കഴിയും. അതുപോലെ അത് മറ്റൊരാൾക്ക് ആശ്വാസമായി മാറുമെന്ന് തന്നെ, സമാശ്വാസമായി മാറുമെന്നാണ് ഈ വാക്യങ്ങളുടെ 4 വാക്യങ്ങളുടെ അതിൻ്റെ കൂടെയുള്ള എൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ രത്ന ചുരുക്കം. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോഴേ ദൈവജനമാണ് നമ്മളെ ഈ കാര്യത്തിൽ ബലപ്പെടുത്തി നിർത്തുന്നത്. ദൈവജനത്തിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ സാക്ഷ്യം പറയാനാവുള്ളൂ. നമുക്ക് സാക്ഷ്യം ഉണ്ടാകുമ്പോൾ മറ്റൊരാളെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോഴേ ഞാൻ എൻ്റെ സ്നാനപ്പെട്ട ദിവസത്തെ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 2000 ആഗസ്റ്റ് 27 ഞായറാഴ്ചയാണ് സ്നാനപ്പെട്ടത്. ഓർത്തിരിക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ട്, സ്നാനപ്പെട്ടുകൊണ്ട് മാത്രമല്ല. അപ്പം ആ വർഷത്തെ കൃഷി, 2ാം കൃഷി എന്ന് പറയും, മഴക്കാലമാണല്ലോ ആഗസ്റ്റ്, കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച സ്നാനപ്പെടാൻ വരുന്നതിന് മുമ്പ് 3-4 ദിവസം രാത്രിയും പകലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വരമ്പൊക്കെ സംരക്ഷിച്ച് നടക്കുകയാണ്, കുറവുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് സ്നാനപ്പെട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞു. പെട്ടെന്ന് പാടത്തേക്ക് വന്നപ്പോഴേ എല്ലാവരും തിരിച്ചു പോവുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ദൈവം ഇന്ന് രാത്രി ഒരടി വെള്ളം കുറച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ നോക്കിയിട്ട് ഞങ്ങളുടെ പാടത്തെങ്ങും മട വീണിട്ടില്ല. പക്ഷേ അയലത്തെ പാടത്ത് മട വീണ്, അത് കവിഞ്ഞ് കയറി. അത് പിറ്റേന്ന് രാവിലെയാണ് കയറുന്നത്. എനിക്ക് പിറ്റേന്ന് രാവിലെ മനസ്സിലാകുന്നത്. അപ്പോൾ 27-ാം തീയതി ഒരു ഏക്കർ നിലത്തിന്റെ കൊയ്യാനായിട്ട് 15 ദിവസം കൂടെ ഉള്ളൂ, അല്ല ഒരു 17 ദിവസം. അപ്പോൾ 17 ദിവസം കഴിഞ്ഞാൽ കൊയ്യാം. ഇന്നത്തെ വിലയ്ക്ക് ഒരു 70,000 രൂപയുടെ എല്ലാം എന്നുണ്ട്, അന്ന് 10,000 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ ഈ 70,000 രൂപയുടെ നെല്ല് നഷ്ടപ്പെട്ട ദിവസം കൂടാണ് എൻ്റെ സ്നാനത്തിന്റെ ദിവസം. അപ്പൊ ഞാൻ ജേക്കബ് ബ്രദറോട് ഈ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ജേക്കബ് പറയും, സാരമില്ല ബ്രദറെ, ഇനിയും കൃഷി വരും, അപ്പൊ നമുക്ക് ലാഭം ഉണ്ടാവും. അപ്പൊ ആശ്വസിപ്പിക്കാനായിട്ട് ബ്രദർ പറഞ്ഞ കാര്യം അതാണേലും എന്റെ സമയത്തുള്ള അതൊരു നഷ്ടമായിട്ട് വന്നിട്ടില്ലെങ്കിലും, പക്ഷെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള കാര്യം, ഇവരോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. അല്ല, എല്ലാവരോടും ഈ സ്നാനപ്പെട്ടുകൊണ്ട് ഇനി ഞാനിങ്ങനെ സ്വർഗ സ്ഥലങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത്. എന്നെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇങ്ങനെ സഹായിച്ച് കൊണ്ടുപോകുന്ന ഒരു ചിന്ത. അങ്ങനെ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല. കഷ്ടവും നഷ്ടവും ഒക്കെ ഇതിനകത്ത് ഒരുപാടുണ്ട്. ചിലപ്പോൾ ഇന്ന് തന്നെ അങ്ങനെ ഒരു കഷ്ടം സംഭവിച്ചത് വരാം, നാളെ വന്നത് വരാം. അപ്പൊ സ്നാനപ്പെട്ടുകൊണ്ടാണോ ഈ കഷ്ടം എന്ന് ചോദിച്ചാൽ അങ്ങനെ അർത്ഥമൊന്നുമില്ല. സ്നാനപ്പെടുമ്പോഴും കഷ്ടമുണ്ട്, സ്നാനമില്ലെങ്കിലും കഷ്ടതയുണ്ട്. നമ്മളെ കർത്താവിന്റെ പാത സ്വീകരിച്ചിരിക്കുമ്പോൾ ആ കാര്യത്തെപ്പറ്റി നമുക്ക് കഷ്ടത്തെപ്പറ്റി നമുക്ക് നല്ല അറിവുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഷ്ടതയെപ്പറ്റി നമ്മളങ്ങനെ വ്യാകുലപ്പെടുന്നില്ല. ഇതുകൊണ്ട് ജീവിതത്തിൽ
പക്ഷെ അതുകൊണ്ട് നമ്മൾ പിന്നോക്കം പോകേണ്ട കാര്യമില്ല. അയ്യോ ഈ വഴി ഇത് ചെയ്തുകൊണ്ടാണ് ഈ നഷ്ടം വന്നെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറഞ്ഞെന്ന് മാത്രം. ആട്ടെ, നിങ്ങൾക്ക് അത് നന്മയെ ഭവിക്കുന്നു കരുതുന്നു. ഇനി മറ്റൊരു കഥയോടെ പറയാം, ഒരു കാര്യം കൂടെ പറഞ്ഞു, രണ്ട് കഥ പറഞ്ഞിട്ട് വരും. ഇന്ന് ഞങ്ങള് അവിടെ ഒരു ഐസ്ക്രീം മേടിക്കാൻ പോയി. ഐസ്ക്രീം മേടിക്കാൻ പോയി ഒരു അയ്യർ എന്ന ജാതിയിലുള്ള ഒരാളുടെ വീട്ടിലാണ്. എനിക്ക് അവരെ നല്ല പരിചയമുണ്ട്. ഞാൻ അവിടെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പൈസ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഒരു 2 കൈ നീട്ടി വളരെ ഭവ്യമായിട്ട് പേടിച്ചു. ആദ്യം കൊടുത്ത് പറഞ്ഞാൽ ഈ രൂപയുടെ നിലയിലോട്ട് വെച്ചു. പിന്നെ ഒരു 25 രൂപയുടെ കൊടുക്കണം. അപ്പൊ 20 രൂപയുടെ കൊടുത്ത് 5 രൂപ ചില്ലറയായിട്ട് കൊടുക്കാം. അപ്പൊ 20 രൂപ മേടിച്ചത് വളരെ ഭവ്യമായിട്ടെങ്കിലും വളരെ വളർന്നൊക്കെ നിൽക്കുകയാണ്. അപ്പൊ 5 രൂപ കൊടുക്കാൻ സമയം എടുത്തു. അവർ 5 രൂപ കൊടുക്കുന്ന സമയം വളരെ ഭവ്യമായിട്ട് നിന്ന് കാശൊക്കെ മേടിച്ചു. അപ്പം അവരുടെ ദൈവം അത് തന്നെയാണ്. അവരെ കുറ്റം വേണ്ട കാര്യമല്ല കേട്ടോ. അവരെ പഠിച്ചിരിക്കുന്നതും അവരനുഭവിച്ചിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ കാര്യത്തെ പറ്റി അങ്ങനെ ഒരു മാമോന്റെ സ്നേഹമൊന്നും നമ്മൾ കാണിക്കാറില്ല. കാരണം അവർ ഭവ്യത കാണിച്ചത് അവരുടെ ദേവതയോടാണ്, നമ്മൾ ധനദേവതയോട്. അപ്പൊ മാമോന് നമ്മൾ പറയല്ലേ, അവർ ധനദേവതയെ പൂജിക്കുന്നവരാണ്. പ്രത്യേകം അവർ പൂജിക്കുന്നുണ്ട്. ആ കാര്യം എനിക്കറിയാം. കാരണം ഞാൻ 2 കൊല്ലം അവിടെ പഠിച്ചപ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് അങ്ങനെ ഒരു ആരാധനാ മനോഭാവം ക്രിസ്തു അല്ലാതെ മറ്റൊരാളിനെ നമുക്ക് ആരാധിക്കേണ്ടതില്ല. യേശു ക്രിസ്തുവിനോട് പിതാവായ ദൈവത്തിലേക്ക്. കാരണം നമ്മളെ മക്കളാക്കി തെരഞ്ഞെടുക്കുന്ന യേശു ക്രിസ്തുവിനാണ്. അപ്പൊ യേശു ക്രിസ്തുവിൽ മക്കളായി തെരഞ്ഞെടുക്കുന്ന നമുക്ക് സംബന്ധിച്ചുള്ള നമുക്ക് ആ മാർഗത്തിലല്ലാതെ മറ്റൊരു മാർഗത്തെപ്പറ്റി ചിന്തിക്കാൻ സാധ്യമല്ല. കാരണം ഇതിന്റെ മുറുക്കിയിരിക്കുന്ന പിടി വളരെ ശക്തമാണ് ധനദേവതയുടെ മാമോന്റെ. ഈ ലോകത്ത് ഹാജിബ്രാർ എപ്പോഴും പറയും ബാബിലോൺ 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 ബാബിലോണ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ബാബിലോണ്യം തന്നെയാണ്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ബാബിലോണിൽ തന്നെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കാറില്ലെന്നുള്ളതാണ്. എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ചിന്തയിലായി നമുക്ക് അതൊന്നും ഗൗരവമായിട്ട് തോന്നുന്നില്ല. ഇന്നത്തെ ലോകത്ത് ബാബിലോണിൽ കൂടെ നമ്മൾ നടക്കുന്നത് വേണമെങ്കിൽ ഇസ്രായേലിൽ പോകാനും നമ്മൾ തയ്യാറായിട്ട് നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പിന്നെ ബാബിലോണിനെ പറ്റി നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇസ്രായേലിന്റെ അടുപ്പത്തെ വളരെ കഷ്ടമായിരുന്നു. അപ്പം അങ്ങോട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ പിന്നെ ബാബിലോണിലെ സുഖകരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് നമുക്കാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ക്രിസ്ത്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തെ പറ്റി വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ദൈവത്തിൽ നോക്കിക്കാണേണ്ടതുണ്ട്. ഒരു കഥയോടെ പറയാം, സമയം പോകുന്നു എന്നാൽ തന്നെ. പട്ടാളക്കാരന്റെ കഥയാണ്. ഒരു പട്ടാളക്കാരൻ ഒരു ദിവസം അയാളുടെ സീനിയർ ഓഫീസർക്ക് ഫോൺ ചെയ്ത് പറയുന്നു, സാർ ഞാനൊരു കുറ്റവാളിയെ പിടിച്ചിട്ടുണ്ട്. പറഞ്ഞു നീ ആ കുറ്റവാളിയെ വേഗം ഇവിടെ കൊണ്ടുപോകണം. അപ്പൊ കുറെ നേരം കഴിഞ്ഞിട്ട് കുറ്റവാളിയെയും കാണുന്നില്ല, പിടിച്ചു പട്ടാളക്കാരനെയും കാണുന്നില്ല. അപ്പം തിരിച്ച് അയാളെ വിളിച്ചു, ഫോൺ ചെയ്തെന്ന് വെച്ചു. അയാളുടെ സിൻസെറ്റിൽ കൂടെ ചോദിച്ചു, എവിടാ നീ എന്റെ ഇതൊരു വരാൻ ഞാൻ അവനെയും കൊണ്ട് പറഞ്ഞു. സാറേ ഇപ്പം വരുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞ് എന്നാ നീ ഒരു കാര്യം അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, സാറേ അവൻ എന്നെ പിടിച്ചു കെട്ടിയിരിക്കുക. അപ്പൊ ഞാനെങ്ങനെ അങ്ങോട്ട് വരുന്നത്? അപ്പൊ ചോദിച്ചാൽ അപ്പൊ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ മാമോനാണെന്ന് പറഞ്ഞു. അവനെന്നെ പിടിച്ചു കെട്ടി, ഞാൻ അവനെ പിടിച്ചു കെട്ടി, പക്ഷെ ഇപ്പം അവനെന്നെ പിടിച്ചു കെട്ടിയിരിക്കുക. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഇത് തന്നെയാണ്. നമ്മൾ ബാബിലോണിന്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ ബാബിലോൺ നമ്മളെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുക. അപ്പൊ നമുക്കതിൽ നിന്ന് പുറത്തു പോകാനായിട്ട് നിവൃത്തിയില്ലാത്ത വണ്ണം ഞാനിത് പറയുമ്പം കുറ്റം പറഞ്ഞു എന്നുള്ള രീതി നിങ്ങൾ എടുക്കരുത്. നമ്മളെ തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അനേകമുണ്ട്. ദൈവജനത്തിന്റെ വലിയ മഹാത്മ്യത്തെ പറ്റി പറയുമ്പോൾ അനുസരണത്തിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ട് സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ദൈവജനം നമ്മളെ അനുസരിക്കണം എന്ന കാര്യത്തെ പറ്റി നമ്മളോട് പറയുമ്പോൾ തിമോത്തിയോസിനോട് പറഞ്ഞത് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യുദ്ധം ചെയ്യണമെന്ന് പറയും. ഈ കാര്യങ്ങളിലൊക്കെ യുദ്ധം ചെയ്യേണ്ട. ദൈവവചനത്തിന്റെ അനുസരണത്തിനായിട്ട് നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരും. അത് നമ്മളുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് അങ്ങനെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന്റെ ബലം കൂടാതെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ ദൈവവചനം നമുക്കുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് ഇത് ഒരു ലോകോ സ്ഥലം ഒരു വാക്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇത് അനുസരിക്കണമെങ്കിൽ ശക്തി വേണം. ഈ ശക്തിക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും അത് പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ വചനമായിട്ട് പുസ്തകത്തിലിരിക്കും, നമ്മുടെ വലിയ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ ജീവിതമായിരിക്കും എന്ന കാര്യം ഈ സമയത്ത് ഓർക്കാം. അതുകൊണ്ട് നമുക്ക് കർത്താവിലേക്ക് തന്നെ നോക്കാം. കർത്താവ് നമ്മെ സഹായിക്കുന്നവരാണ്. അപ്പൊ വഴി കളഞ്ഞിട്ട് പോകുന്നതിനല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെയാണ്. ദുഃഖവും ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അവനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അത് ആത്യന്തികമാണ്. എന്ന് പറഞ്ഞാൽ അവസാനം ആ സന്തോഷമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ആദ്യവും അന്ത്യവും ഒക്കെ ആ സന്തോഷം തന്നെ. നമ്മുടെ കർത്താവിലുള്ള സന്തോഷം അനുഭവിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ദൈവം അതിനനുസരിക്കുന്ന കാര്യത്തിൽ നമുക്ക് വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.